ഈ വർഷത്തെ ഓസ്കാർ കുറേയധികം കോൺട്രവേഴ്സികൾ ഉണ്ടായിരുന്നു. യൂഷ്വലി ഓസ്കാർ നടക്കുന്ന സമയത്താണ് കോൺട്രവേഴ്സി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ വർഷം ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസിലാണ് കുറേയധികം കോൺട്രവേഴ്സികൾ ഉണ്ടായത്. ആദ്യത്തെ കോൺട്രവേഴ്സി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയ സിനിമ എമീലിയ പേഴ്സ് എന്ന് പറയുന്ന സിനിമയായിരുന്നു. ആ സിനിമയാണെങ്കിൽ ഓസ്കാർ ലെവൽ സിനിമ ഒന്നും പറയാനായിട്ടുള്ളതൊന്നും ഇല്ലായിരുന്നു. അതൊക്കെ നോമിനേഷൻ കിട്ടിയതൊക്കെ ഓക്കെ. രണ്ടാമത് നടന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്യൂണിൻ്റെ പാർട്ട് 2 ഈ പറയുന്നതിൻ്റെ ഈ അക്കാഡമിയിൽ കുറേ വോട്ടേഴ്സ് ഉണ്ട്. എനിക്കൊന്ന് 9,000 എന്തോ വോട്ടേഴ്സാണ്. അവരാണ് ഈ സാധനത്തിന് വോട്ട് ചെയ്യുന്നതും ഇതേ സിനിമയ്ക്കാണ്, അവരുടെ ഇതിനനുസരിച്ചിട്ടാണ് സിനിമയ്ക്ക് അവാർഡ് കിട്ടുന്നത്. അതിൽ കുറച്ച് ആളുകളോട് ചോദിച്ചപ്പം അവർ സിനിമ കണ്ടിട്ടില്ല, ലിറ്ററലി അവർ സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ അവരോട് എന്താണ് സിനിമ കാണാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതിന് ഫസ്റ്റ് പാർട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല, അപ്പോൾ സെക്കൻഡ് പാർട്ടി 3 മണിക്കൂറുണ്ട്, അത് കാണാനുള്ള ക്ഷമയൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളത് കണ്ടില്ല, നമ്മളത് വിട്ടു എന്നാണ്. ഓസ്കാർ പോലെയുള്ള അത്രയും വലിയ അവാർഡ്, അതായത് ഹോൾ വേൾഡ് നോക്കി കാണുന്ന ഒരു അവാർഡിൽ ആ ഒരു സിനിമയെ, അതിൽ വന്നിട്ടുള്ളൊരു സിനിമ അത് കാണാൻ പോലുമുള്ള ക്ഷമയില്ലാത്ത ആളുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവരെന്ത് കണ്ടിട്ടാണ് ഈ ഓസ്കാർ കൊടുക്കുന്നതെന്നാണ് എനിക്കറിയാം. ഈ എമിലിയ പിയേഴ്സിനൊക്കെ ഈ പറയുന്ന ബെസ്റ്റ് പിക്ചറിനുള്ള ഓസ്കാർ കിട്ടിയിരുന്നുണ്ടെങ്കിൽ അക്കാഡമി അവാർഡിൻ്റെ ആ ഒരു വാല്യൂ പോയാൽ അനോറ പിന്നെയും കുഴപ്പമില്ല, നമുക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. ഇവൻ ഡ്യൂൺ അത്രയും നല്ലൊരു സിനിമ, 2024 ഇറങ്ങിയ വൺ ഓഫ് ദ ബെസ്റ്റ്, ഈ ഡെക്കേഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എപ്പിക് സിനിമയാണ്. അതും ഡ്യൂൺ പോലൊരു സയൻഫൈ സിനിമയൊന്നും ഇനി ഇറങ്ങാൻ പോകുന്നില്ല. ആ ഒരു സിനിമ കാണാനായിട്ടുള്ള ക്ഷമയില്ലാത്ത ആളുകളാണ് അക്കാഡമി അവാർഡ് കൊടുക്കാനായിട്ടിരിക്കുന്നത്. എന്തവസ്ഥയാണല്ലേ.